ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു രുചി ബൈ ബെൻസു. ഇന്ന് നമുക്ക് മത്തങ്ങയും പയറും പച്ചയത്തയ്ക്കൊക്കെ കൂടെ നമുക്കൊരു ചെറിയ എരിശ്ശേരി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ പയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു കഷ്ണം മത്തങ്ങ മുറിച്ച് വെച്ചതും 2 പച്ചയത്തയ്ക്ക, ചെറിയ പച്ചയത്തയ്ക്ക മുറിച്ച് വെച്ചതും കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് നല്ലതായിട്ടൊന്ന് വേവിച്ചിട്ട് വരാം. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കൈപ്പിടി അളവിലുള്ള തേങ്ങയും 2-3 ചെറിയ വെളുത്തുള്ളി അല്ലിയും ഒരു 3-4 ചുമന്നുള്ളി, ഒരു 1/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം കൂടെ നല്ലതുപോലെ ഒന്ന് അരച്ചിട്ട് വരാം. ഇതിനകത്തോട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇത് മത്തങ്ങയും പയറും ഏത്തയ്ക്കൊക്കെ വെന്തിട്ടുണ്ട്. ഒത്തിരി കുഴഞ്ഞു പോകേണ്ട കാര്യമില്ല. അപ്പം അതിനകത്തോട്ട് നമുക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇതൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കി നോക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് നമുക്കൊരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് തിളച്ച് വെള്ളം ഒന്ന് പറ്റട്ടെ. ഇതിൻ്റെ കൂടെ ചിലർ ചേനയും കൂടെ ഇടുന്നത് കണ്ടിട്ടുണ്ട്. എനിക്കിതിങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം. ഇത്രയും മതിയാവും. ഇനി നമുക്ക് വറുത്തിടാനായിട്ട് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകിൻ്റെ കൂടെ തന്നെ നമുക്ക് അല്പം ഉഴുന്നുപരിപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് 2 കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. ഒപ്പം 2-3 കറിവേപ്പിലയും കൂടി ഇടാം. വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ചോപ്പ് ചെയ്ത് വെച്ച തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. നല്ല ചുമന്ന പോലെ തേങ്ങ മൂത്ത് വരണം. ഇതെല്ലാം നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഈ ചട്ടിയിലായതുകൊണ്ട് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇത് നല്ല കട്ടയായിട്ട് വരും. ഇലയുടെ സൈഡിലൊക്കെ വിളമ്പുന്ന അതേ കൺസിസ്റ്റൻസി ആവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. ലൈക്കും ഷെയറും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കണേ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.